സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ മായക്കൂത്ത് എന്ന സിനിമയാണ്. ഇതൊരു വെറൈറ്റി ഫാന്റസി സ്റ്റോറിയാണ് കേട്ടോ. അതായത് ഒരു നോവലിസ്റ്റ് 3 വിവിധ കഥാബുക്ക് എഴുതുന്നു. ആ കഥയിലെ കഥാപാത്രങ്ങൾ നേരിട്ട് വന്ന് ഈ കഥ എഴുതിയ നോവലിസ്റ്റിനെ ചോദ്യം ചെയ്താൽ എങ്ങനെയിരിക്കും. ആദ്യത്തെ സീനിൽ ഇദ്ദേഹം ഒരു ശില്പിയുമായിട്ട് സംസാരിക്കുന്നതാണ്. ഒരു കഥ എന്നത് നമ്മുടെ ജീവിതത്തിൽ മുഖ്യ പങ്ക് വഹിക്കും എന്നതാണ് ഇദ്ദേഹത്തിന്റെ പോയിന്റ്. പക്ഷെ നമ്മുടെ നോവലിസ്റ്റിന് അങ്ങനെയായിരുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ ഒരു വെറുമൊരു കഥയില്ല, ഇതിലൊക്കെ എന്താണ് ഇരിക്കുന്നത്. അടുത്ത സീനിൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ കാണിക്കുന്നു. ഇയാളുടെ പേരാണ് ധനപാൽ. ഇയാൾ വലിയൊരു റൗഡിയാണ്. ഇയാൾ ഇതുവരെ 49 പേരെ കൊന്നിട്ടുണ്ട്. 50-ാമതായിട്ട് ഒരാളെ കൊല്ലാനുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട്. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നം. അതുകൊണ്ടാണ് ഇദ്ദേഹം ജോൽസിനെ കാണാൻ വന്നിരിക്കുന്നത്. ജോൽസിൻ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നതിന് മുമ്പ് വൈഫിന്റെ കയ്യിൽ നിന്നും കോഴിക്കറി കഴിച്ചിട്ട് പോകുന്നതാണ് പതിവ്. പക്ഷെ ഈ ഇടയായിട്ട് എന്റെ വൈഫിന് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് കോഴിക്കറി വേണമെങ്കിൽ ഒരു കോഴിയെ പിടിച്ചിട്ട് വാ എന്ന് പറയുന്നു. ഇവനും എങ്ങനെയോ അതിനെ ഒരുപാട് കഷ്ടപ്പെട്ട് പിടിച്ച് അവന്റെ കൈകൊണ്ട് തന്നെ അറുത്ത് അതിനെ കറിയാക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവൻ അതിനെ കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവന് എപ്പോ കത്തി തൂക്കിയാലും ആ കോഴി ഇറക്കുമ്പോഴുള്ള ആ സൗണ്ട് ചെവിയിൽ വന്ന് അവൻ മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് അവൻ ചോദിച്ചു വന്നത്. ജോൽസിൻ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നു, നിങ്ങളുടെ കൂടെയുള്ളവൻ തന്നെ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കും, അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. പിറ്റേ ദിവസം ധനപാലും ടീമും കാറിൽ പോകുന്നു. അപ്പോഴാണ് ഒരു കോൾ വന്നതും അവൻ വണ്ടി നിർത്തി പുറത്തിറങ്ങിയാണ് സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞത്, നിങ്ങളുടെ സംശയം ശരിയാണ്, നിങ്ങളെ കൊല്ലാനായിട്ട് നിങ്ങളുടെ ടീമിൽ തന്നെ ഒരു പോലീസുകാരനെ ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവരിൽ ആരോ ഒരാളാണ് ഇവനെ കൊല്ലാൻ വന്നവനെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്റ്റോറിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടിയിൽ ബ്രേക്ക് ചെയ്യുന്നു. മകന്റെ സ്കൂൾ ഫീസിന് വേണ്ടിയാണ്. മകൻ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ വേണ്ടത്ര പൈസ തികഞ്ഞില്ല. അതുകൊണ്ട് മകനോട് ഇന്ന് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അവനും ബാഗ് താഴെയിട്ടിട്ട് കളിക്കാനായിട്ട് പുറത്തുപോയി. ഇവളൊരു വീട്ടുജോലി ചെയ്യുകയാണ്. ഇവളുടെ പേരാണ് സെൽവി. സെൽവിയുടെ ഭർത്താവും വരുന്നു. എന്തായെന്ന് ചോദിച്ചപ്പോൾ സ്കൂൾ ഫീസിനായിട്ട് 2000 രൂപ കടം ചോദിച്ചിട്ടുണ്ട്. അത് വാങ്ങാനായിട്ട് രണ്ടുപേരും കൂടെ പോകുന്നു. അങ്ങനെ മൂന്നാമത്തെ കഥയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഇവിടെ ഒരു പെൺകുട്ടി ഡോക്ടറിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് ഡോക്ടർ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് എൻട്രൻസ് എക്സാം എഴുതണമെന്ന് പറയുന്നു. ഈ കുട്ടി നല്ല വിഷമത്തോടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവളുടെ ഉമ്മയും എന്ന് പറയുന്നു, ശരി കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും പഠിക്കാമെന്ന്. ഞാൻ എന്തായാലും എൻട്രൻസ് എക്സാം എഴുതുമെന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നു. പക്ഷെ അവളുടെ അച്ഛൻ അതൊക്കെ ഭയങ്കര ടഫാണ്, പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. പാസ്സാവുന്നവരെ ഞാൻ ട്രൈ ചെയ്യും, പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. നമ്മുടെ വീടിന്റെ അവസ്ഥ നിനക്ക് അറിയാലോ. നിനക്ക് താഴെ ഇനി ഒരു പെൺകുട്ടി കൂടിയുണ്ട്. നീ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പോകുമെന്ന് അവളുടെ അമ്മ അവളോട് പറയുന്നു. അവൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അവളുടെ റൂമിൽ ഒരു പൂച്ചിമരുന്ന് ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ കഥയിലേക്ക് വരുന്നു. സെൽവി പൈസ വാങ്ങിയതിനു ശേഷം അവൾ വീട്ടുജോലിക്ക് പോകുന്നു. അവിടെ രാധിക, അശോക് എന്ന കപ്പിൾസും അവരുടെ മകനും ഉണ്ടായിരുന്നു. പാൽക്കാരന് കൊടുക്കാനായിട്ട് 2000 രൂപ പേപ്പറിന് അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവളും വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാറ്റടിച്ചിട്ട് ആ 2000 രൂപ താഴെ വീണത്. അപ്പോൾ രാധിക അവിടെ വന്ന് നോക്കുമ്പോൾ ആ 2000 രൂപ കാണാനില്ല. അവൾക്ക് സംശയം തോന്നിയിട്ട് സെൽവിയോട് വിളിച്ചു ചോദിച്ചു. അവൾ ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ആ ചെക്ക് റിമോട്ട് കാർ എടുത്ത് 2000 രൂപയുടെ മേലെ കൊണ്ട് നിർത്തിയത്. അവൻ ആ കാറിന്റെ കൂടെ പൈസയും എടുത്തിട്ട് റൂമിലേക്ക് പോയി. രാധിക സെൽവിയോട് പൈസ ചോദിച്ചു. ഇവളും പേടിച്ചു. അങ്ങനെ നോവലിസ്റ്റിന്റെ സീന് കാണിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. ഇദ്ദേഹത്തിന്റെ ആ മൂന്നാമത്തെ കഥ വായിച്ചിട്ട് ഒരാൾ വിളിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഈ പഠിക്കുന്ന കുട്ടിക്ക് ഈ പൂച്ചിമരുന്ന് കൊടുക്കുന്നത്? അവളെ ജയിക്കാൻ സമ്മതിച്ചൂടെ എന്ന് ചോദിക്കുന്നു. എന്റെ കഥ എന്റെ ഇഷ്ടപ്രകാരം എഴുതുമെന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് ഒരു കോളിംഗ് ബില്ല് അടിക്കുന്നു. തുറന്നു നോക്കിയാൽ സെൽവി. അവൾ അകത്തേക്ക് കയറി വരുന്നു. ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾ നിർമ്മിച്ച കഥാപാത്രം എങ്ങനെ നേരിട്ട് വന്നു എന്നാണ് ചിന്തിക്കുന്നത്. സെൽവി ചോദിക്കുന്നു, എവിടെയാണ് 2000 രൂപ? അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇദ്ദേഹം പറയുന്നു, അത് നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന്. അയ്യോ, അത് ഞാൻ സ്കൂൾ ഫീസിന് വേണ്ടി കടം വാങ്ങിച്ച പൈസയാണെന്ന് പറയുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നു, അത് എനിക്കറിയാം, പക്ഷെ നിന്റെ ഓണർക്ക് അത് അറിയില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ഒരു കോളിംഗ് ബില്ല് അടിക്കുന്നു. രാധികയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാധിക സെൽവിയെ പറ്റി വളരെ മോശമായി ഇദ്ദേഹത്തോട് പറയുന്നു. ആ 2000 രൂപ തീർച്ചയായും അവൾ തന്നെയാണ് എടുത്തത്, അത് നിങ്ങളാണ് കൺഫേം ചെയ്തു തരണം എന്ന് പറയുന്നു. സെൽവി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും പരസ്പരം നല്ല വാക്കുവാദമായിരുന്നു. ഒടുവിൽ നോവലിസ്റ്റ് രണ്ടുപേരെയും പുറത്തിറങ്ങി പോകാൻ പറയുന്നു. ഇവിടെ ഈ സ്റ്റോറിയിലേക്കാണ് വരുന്നത്. രാധിക അവളുടെ പേഴ്സ് ചെക്ക് ചെയ്താൽ മനസ്സിലാകുമെന്ന് പറയുന്നു. പക്ഷേ അശോക് അതൊന്നും വേണ്ട എന്ന് പറയുന്നു. രാധിക അവളോട് പേഴ്സ് തരാനായിട്ട് നിർബന്ധിക്കുന്നു. സെൽവി അത് എന്റെ പൈസയാണെന്നും പറയുന്നു. അപ്പോഴാണ് അശോക് കാണുന്നത് തന്റെ മകൻ കാറിൽ എന്തോ ഒളിപ്പിച്ചു വെക്കുന്നത്. പോയി നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത് ആ 2000 രൂപയാണെന്ന്. പെട്ടെന്നൊരു ബഹളം കേട്ട് പോയി നോക്കുമ്പോഴാണ് സെൽവി തലയിടിച്ച് മരിച്ച നിലയിൽ താഴെ കിടക്കുന്നത്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. തുറന്നു നോക്കിയപ്പോൾ സെൽവിയുടെ ഭർത്താവ്. സെൽവിയെ ഒന്ന് വിളിക്കാമോ, വീടിന്റെ താക്കോല് വാങ്ങാനെന്ന് പറയുന്നു. അപ്പോൾ അശോക് പറയുന്നു, സെൽവി ഇവിടെ ഇല്ല എന്ന്. ഇവിടെ സെൽവിയുടെ ചെരുപ്പുണ്ടല്ലോ, അവൾ എവിടെ പോയെന്ന് ചോദിക്കുന്നു. സെൽവി എവിടെയെന്ന് ചോദിച്ച് അയാൾ അകത്തേക്ക് വരുന്നു. സെൽവിയുടെ ഡെഡ് ബോഡി കണ്ടതും അയാൾ ഷോക്കായി. അയാൾ ദേഷ്യത്തിൽ ആ കട്ടിംഗ് മെഷീൻ ഓണാക്കുന്നു. അവിടെ നിന്ന് ഈ നോവലിസ്റ്റിന്റെ സീൻ കാണിക്കുന്നു. അവിടെ പെട്ടെന്ന് ആ പയ്യൻ ഓടിച്ചുകൊണ്ടിരുന്ന റിമോട്ട് കാർ അവിടെ ഓടുന്നു. അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് ആ റിമോട്ട് കാർ വന്ന് ഇദ്ദേഹത്തിന്റെ കാലിൽ ഇടിച്ച് തടഞ്ഞു വീഴുന്നു. അദ്ദേഹം ഇടിച്ചു നോക്കുമ്പോൾ ആ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. എന്തോ എടുത്തുന്ന അയാളുടെ തലക്കടിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ നോവലിസ്റ്റിന്റെ ഭാര്യ വരുന്നതാണ്. അവർ വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം പേ പിടിച്ച പോലെ ഇരിക്കുന്നു. പിന്നെ ഇദ്ദേഹം റെഡി ആയിട്ട് ഓഫീസിലേക്ക് സബ്മിഷന് വേണ്ടി പോവുകയാണ്. ഓഫീസിലേക്ക് വന്നു. അപ്പോഴാണ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ, സാറേ ആ ധനപാലിനെ കൊല്ലാൻ വരുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇദ്ദേഹം പറയുന്നു, ഒരു പുതിയൊരു റൈറ്റർ ഒരു കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് വിശ്വസിക്കുന്ന പോലെ ഇല്ല എന്ന് പറയുന്നു. എങ്ങനത്തെ കഥയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അയാളുടെ കഥയിൽ ഒരു റൈറ്റർ കഥ എഴുതുന്നു. ആ കഥയിലെ കഥാപാത്രങ്ങൾ ആ റൈറ്ററെ ചോദ്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ
ഇത് കേട്ടത് നമ്മുടെ നോവലിസ്റ്റിന് ഷോക്കായി അദ്ദേഹത്തോട് ചോദിക്കുന്നു അവസാനം ആ റൈറ്ററിന് എന്തായി എന്ന്. അദ്ദേഹം പറയുന്നു ഞാനിതിപ്പോൾ വായിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവസാനിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നോവലിസ്റ്റ് ചോദിക്കുന്നു വിരോധമില്ലെങ്കിൽ ഈ കഥ ഞാൻ വായിച്ചോട്ടെ എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു അപ്രൂവ് ചെയ്യാത്ത സ്റ്റോറി എങ്ങനെയാ വായിക്കാൻ കൊടുക്കുക എന്ന്. അപ്പോൾ നോവലിസ്റ്റ് പറയുന്നു നിങ്ങൾ വായിച്ചിട്ട് എനിക്കൊന്ന് ഫോൺ വിളിച്ചാൽ മതി എന്ന്. ആ കഥ എഴുതിയ റൈറ്ററുടെ കോൺടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് പോകണു. ഇദ്ദേഹം ഒരു കാർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ വരുന്നു. ഞാനാണത്, എന്റെ കാർ കംപ്ലൈന്റ് ആണ്, അതാണ് ഓട്ടോ എടുത്തിട്ട് വന്നതെന്ന് പറയുന്നു. പക്ഷെ നോവലിസ്റ്റ് ആദ്യം സമ്മതിച്ചില്ല. ഓട്ടോക്കാരൻ എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകണു. അങ്ങനെ എവിടെയോ വന്നിട്ട് വണ്ടി കംപ്ലൈന്റ് ആവുന്നു. ഓട്ടോക്കാരൻ വണ്ടി ശരിയാക്കുന്നു. ഇദ്ദേഹം പുറത്തിറങ്ങിയിട്ട് എവിടെയാ കൂട്ടിയിട്ട് വന്നതെന്ന് ചോദിക്കുന്നു. പക്ഷേ ഓട്ടോക്കാരൻ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു കോൾ വന്നത്. ഞാൻ ക്യാബ് ഡ്രൈവറാണ്, നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നു. ഓട്ടോക്കാരനോട് നീ ആരാണെന്ന് ചോദിക്കുന്നു. അയാൾ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അവിടെ അയാൾ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് സെൽവി മരിച്ചതിന്റെ ആ പോസ്റ്ററൊക്കെ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹം റിയലൈസ് ചെയ്തത് അയാൾ ആ കഥക്കകത്ത് പെട്ടു എന്ന്. സെൽവിയുടെ ഭർത്താവും മകനുമൊക്കെ അയാളെ ദേഷ്യത്തോടെ നോക്കുകയാണ്. ഇയാളെ പിന്തുടരുകയായിരുന്നു. ഒടുവിൽ സെൽവിയുടെ ഭർത്താവും കൂട്ടുകാരും ആ നോവലിസ്റ്റിനെയും വീട്ടുകാരെയും കെട്ടിയിട്ടിരിക്കുന്നു. സെൽവിയുടെ മകൻ വന്നിട്ട് എന്തിനാണ് എന്റെ അമ്മയെ കൊന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് സെൽവിയുടെ ഭർത്താവ് ആ വിഷം കലർന്ന മൂലിക അവനെ കൊണ്ട് കുടിപ്പിക്കുന്നു. അത് കുടിച്ചതിന് ശേഷം അവൻ കിടന്ന് പിടയുന്നു. എന്നെ കൊന്നിട്ട് കാര്യമില്ല, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ സെൽവിയും ജീവനോടെ ഉണ്ടാവുകയുള്ളൂ എന്ന് അവൻ പറയുന്നു. ഇത് കേട്ടതും പെട്ടെന്ന് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. കണ്ണ് തുറന്നു ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് പറയുന്നു ഒന്നും പേടിക്കണ്ട, നിങ്ങളെ നോക്കാനായിട്ട് നല്ലൊരു അറ്റൻഡർ കൂടെയുണ്ടെന്ന്. അറ്റൻഡറായിട്ട് വന്നത് വേറെ ആരുമായിരുന്നില്ല, ആ രാജി എന്ന പെൺകുട്ടിയാണ്. അവളെ കണ്ടതും ഇദ്ദേഹം ഒന്നുകൂടി ടെൻഷനാകുന്നു. അവൾ അദ്ദേഹത്തോട് പറയുന്നു നിങ്ങൾ എന്നെ വലിയൊരു സക്സസ് സ്റ്റോറി ആക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പിന്നെ എന്തിനാണ് എന്നെ ചെറുപ്പം തൊട്ട് ഡോക്ടറാനൊക്കെ സ്വപ്നം കാണാൻ പറഞ്ഞതെന്ന്. അവൾ ദേഷ്യത്തിൽ ഒരു വലിയൊരു സൂചി എടുത്ത് അയാളുടെ കാലിൽ തന്നെ കുത്തി. അയാൾ നിലവിളിക്കുന്നു. പെട്ടെന്ന് ആരോ വന്നതുകൊണ്ട് അവൾ പോയി. നോവലിസ്റ്റ് എങ്ങനെയോ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നു. പക്ഷേ സെൽവിയുടെ ഭർത്താവും കൂട്ടരും അവനെ പിന്തുടരുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ പിന്നെ പെട്ടത് ധനപാലിന്റെ കയ്യിലായിരുന്നു. ധനപാല് തോക്ക് നേരെ നോവലിസ്റ്റിന് നേരെ ചൂണ്ടിയിട്ട് ആരാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇദ്ദേഹം ഒരു ക്ലൂ തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പേര് ചോദിക്കുന്നു. ഓരോരുത്തരും പേര് പറയുന്നു. മാരി, കാലി, കപാലി, രംഗ, ചന്ദ്രശേഖർ എന്ന്. അപ്പോഴാണ് ഈ മാറി പറയുന്നത് മാരി, കാല, കപാലി, രംഗ എന്നുള്ളത് ഗുണ്ടകളുടെ പേരും ചന്ദ്രശേഖർ എന്നത് പോലീസിന്റെ പേരും എന്ന് പറയുന്നു. അപ്പൊ തന്നെ അവൻ അടിച്ചു താഴെയിടുന്നു. എന്നിട്ട് ധനപാൽ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു. പക്ഷേ ധനപാലിന് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ആ കോഴിയുടെ ആ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് വേറൊരുത്തം വാങ്ങി ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അത് വർക്കായില്ല. നമ്മുടെ നോവലിസ്റ്റിനെയും ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോഴും വർക്കായില്ല. ചെക്ക് ചെയ്തപ്പോൾ അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അവസാനം ധനപാൽ വാങ്ങിയിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു. എന്നിട്ട് നോവലിസ്റ്റിനെ അവിടെ നിന്നും എസ്കേപ്പ് ആകാനായിട്ട് ധനപാൽ കൈ കാണിച്ചു. അവിടെ നിന്നും ഓടി വന്ന് എങ്ങനെയോ അവൻ ആട്ടോക്കാരന്റെ അടുത്തേക്ക് എത്തി. ആട്ടോക്കാരൻ പറയുന്നു നീ നിർമ്മിച്ച ഈ ലോകത്ത് നീ തന്നെ ഇപ്പൊ പെട്ടില്ലേ എന്ന്. ഇനി കഥ എഴുതുമ്പോഴെങ്കിലും നോക്കി എഴുത്. അവർക്ക് വേണ്ട ന്യായം അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നെയ്യും ഈ ലോകത്തന്നെ മരിക്കുമെന്ന് പറയുന്നു. ഓട്ടോക്കാരൻ നോവലിസ്റ്റിനെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. നോവലിസ്റ്റ് ഓഫീസിലേക്ക് വന്ന് പബ്ലിഷായ കഥയെ വീണ്ടും തിരിച്ചെഴുതണമെന്ന് പറയുന്നു. പക്ഷേ അതിനൊക്കെ അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ പ്രശ്നം എന്താണ് അയാളോട് വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാലും അയാൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു നിന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നീ ഈ കഥ എത്രയും പെട്ടെന്ന് അവസാനിക്കുക എന്ന് പറയുന്നു. നോവലിസ്റ്റ് ശരി എന്ന് പറഞ്ഞു പോകുന്നു. ഈ നോവലിസ്റ്റിന് ഉറക്കവും കാര്യമൊന്നും ശരിക്കുമില്ലാണ്ട് ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല, വിട് എന്ന് പറയുന്നു. ഞാൻ വിശ്വസിക്കാം, നിങ്ങൾ പറയും. ഇദ്ദേഹം നടന്ന കാര്യങ്ങളെല്ലാം മുഴുവനായിട്ടും ഭാര്യയോട് പറയുന്നു. അദ്ദേഹം ഭാര്യയോട് പറയുന്നു എഡിറ്റർ പറഞ്ഞതുപോലെ മുഴുവൻ കഥാപാത്രത്തെയും നശിപ്പിച്ച് കഥ അവസാനിപ്പിക്കണോ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട ന്യായം കൊടുക്കണോ എന്ന് മനസ്സിലാവുന്നില്ല. ഭാര്യ പറയുന്നു ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് എന്താണോ അത് കൊടുത്താൽ പോരെ എന്ന്. പക്ഷേ ഇദ്ദേഹം പറയുന്നു തന്റെ കഥ പഠിക്കുന്ന ഇത്രയും പേർക്ക് എന്താ ഉത്തരം പറയുക എന്ന്. ഭാര്യ പറഞ്ഞത് ഇതാണ്, ഇത് വെറും ഒരു കഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് എഴുതിക്കോളൂ, പക്ഷേ നിങ്ങളല്ലേ ഇത് സത്യം എന്ന് പറയുന്നത്. അദ്ദേഹം നന്നായിട്ടൊന്ന് ആലോചിക്കുന്നു. ധനപാല് തന്റെ 50ാമത്തെ ആളെ കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതോടെ ലാസ്റ്റ് ആയിരിക്കണമെന്ന് ഭാര്യയും പറയുന്നു. കൊല്ലാനുള്ളവനെ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. കൊല്ലാൻ പോകുമ്പോഴാണ് ധനപാലിന്റെ കൂടെയുള്ള ഒരുത്തൻ ധനപാലിനെതിരെ തോക്ക് ചൂണ്ടുന്നത്. അവനെ കൊല്ലാനായിരുന്നു ഓർഡർ, പക്ഷേ കൂടെയുള്ളത് കൊണ്ട് കൊല്ലാൻ മനസ്സ് വരുന്നില്ല. സറണ്ടർ ആയിക്കുമെന്ന് പറയുന്നു. ധനപാലൻ ഞാൻ വാക്കുകൊടുത്ത് ഈ 50ാമത്തെ ആളെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞു പോണു. അവനെയും കൊല്ലുന്നു. ഇവിടെ ഈ നോവലിസ്റ്റ് ഈ ശില്പിയെ കണ്ട് സംസാരിക്കാൻ വരുന്നതാണ്. നോവലിസ്റ്റ് എങ്ങനെയാ ജീവിക്കുക, എന്താ എഴുതുക എന്ന് മനസ്സിലാവുന്നില്ല എന്ന് അയാളോട് പറയുന്നു. ആരോ 2 പേര് മാത്രമാണ് ജയിക്കുന്നത്. അവരുടെ കഥ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇവിടെ ഫേക്ക് ആയിട്ട് ഒരു വിശ്വാസം വളർത്തുകയാണ്. അപ്പൊ ആ ശില്പി നോവലിസ്റ്റിനോട് പറയുന്നു നിനക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ അവരോട് പറയുമായിരുന്നു ജയിക്കുന്നത് ആരോ 2 പേര് മാത്രമാണ്, അത് നിങ്ങളല്ല. ഈ സമൂഹത്തിൽ പെട്ട് ചീരഴിഞ്ഞ് മരിക്കുന്നതാണ് യഥാർത്ഥ്യമെന്ന് പറയോ, അതോ ഈ സമൂഹത്തിനെ മാറ്റിമറിക്കാനുള്ള ശക്തി നിനക്കുണ്ട് എന്നറിഞ്ഞാൽ അവർ ജയിക്കണമെന്ന് നീ വിചാരിക്കില്ലയോ എന്ന് ചോദിക്കുന്നു. ഇദ്ദേഹം അത് ചിന്തിക്കുകയാണ്. ഇവിടെ ആ രാജി എന്ന പെൺകുട്ടി എന്തോ തേടുകയാണ്. അപ്പോൾ അവളുടെ അമ്മ വന്നിട്ട് പൂച്ചിമരുന്നാണോ തേടുന്നതെന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു ഡോക്ടർ ആവുന്നതാണ് എന്റെ ആഗ്രഹം, അതെനിക്ക് മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒടുവിൽ ഇവളുടെ അച്ഛനും അമ്മയും നീ പഠിച്ചോ എന്ന് പറയുന്നു. എത്ര പ്രാവശ്യം വേണമെങ്കിലും നീ എഴുതിക്കോ എന്ന് പറയുന്നു. അവളും കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ശില്പി ഇദ്ദേഹത്തോട് പറയുന്നു എന്തോ പടച്ചു വിട്ടു എന്നതിൽ മാത്രം കാര്യമില്ല, പടച്ചു വിട്ടവനും ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്നു. ഇവിടെ സെൽവിയുടെ മോൻ അച്ഛനോട് പറയുന്നു എനിക്ക് സ്കൂളിൽ പോകണം, ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ തോന്നുന്നു എന്ന് പറയുന്നു. പക്ഷെ അയാൾ പറഞ്ഞത് ആ സ്കൂളിന് വേണ്ട, ഞാനൊരു
ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ചേർത്തിവിടാം. പിന്നീട് നീ എന്റെ കാർപ്പൻറ്റർ ജോലിയും ചെയ്തോ എന്ന് പറയുന്നു. പക്ഷേ ആ ചെക്കന് അത് ഇഷ്ടമായിരുന്നില്ല. പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം. അപ്പോഴാണ് അവിടെ രാകേഷ് വന്നിരുന്നത്. അമ്മയില്ലാണ്ട് 2 കുട്ടികളും അവസ്ഥപ്പെടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മോനെ സ്കൂളിലേക്ക് വിട്ടോളൂ, അവന്റെ പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ആ ചെക്കനും അത് സന്തോഷമായിരുന്നു. കഥ ഇങ്ങനെയാക്കിയിട്ട് റൈറ്ററിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ദേഷ്യത്തോടെ പറയുന്നു, മുന്നിലെ എപ്പിസോഡിനും ഇതിനും ഒരു ബന്ധവുമില്ലല്ലോ, എന്തിനാ ഇങ്ങനെ എഴുതിയതെന്ന് ചോദിക്കുന്നു. ഈ കഥയ്ക്ക് വേണ്ട ന്യായമായ അവസാനം ഇതാണെന്ന് പറയുന്നു. പക്ഷേ ഇതിനുള്ള ഓഡിയൻസ് ഒക്കെ നഷ്ടപ്പെടുമല്ലോ എന്ന് പറയുന്നു. നോവലിസ്റ്റ് പറയുന്നു, അതൊക്കെ അവരവരുടെ തീരുമാനമാണെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഞാനും ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന് പറയുന്നു. നമ്മുടെ നോവലിസ്റ്റ് ശരി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. ആ ശില്പി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, വെറും കഥയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു നല്ലത് പറയും, നാളെ അത് സത്യമായേക്കാം. അങ്ങനെ രാജി നല്ല കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമിൽ പാസ്സായിട്ട് ഡോക്ടർ സീറ്റും കിട്ടുന്നു. സുഹൃത്തുക്കളെ, ഇതോടെ ഈ മൂവി അവസാനിക്കുന്നു. ഇതുപോലുള്ള മൂവികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.